വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ നമ്മളുടെ പുറകെ കുറേ സാധനങ്ങളുണ്ട്. നമ്മുടെ ആദ്യക്കുട്ടിക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ കുറേ ഗിഫ്റ്റാണ്. അപ്പം നമ്മൾ ഒന്നും അൺബോക്സ് ചെയ്തിട്ടില്ല. നമ്മൾ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കാം, വൈ നോട്ട് അല്ലേ, നമുക്കൊരു വീഡിയോ ആക്കാം. അപ്പം നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയാണ് ഉള്ളതാവാനായിട്ട്, അറിയാനായിട്ട്. അപ്പം ഫസ്റ്റ് ഈ ഒരു വീഡിയോ കാണുന്ന മുന്നേ നമ്മുടെ ആദ്യക്കുട്ടിയുടെ ബർത്ത്ഡേ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യും. ഇതിൽ കുറേയൊക്കെ നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തു. നമ്മുടെ 2 കുട്ടി കുരുപ്പും കൂടെ വന്ന് കുറേയൊക്കെ ഓപ്പൺ ചെയ്ത് കളഞ്ഞു. അതൊക്കെ ആ സൈഡിലൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ വേറെ ടോയ്സ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം പൊട്ടിക്കാത്ത കുറേ സാധനങ്ങൾ ഇരിക്കണം. എനിക്ക് നല്ല ഡ്രസ്സ്, കുറെ എന്തൊക്കെയോ ടോയ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു നോക്കാം. പൊട്ടിക്കാം. ഇവിടെ നിന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് കീറിയൊക്കെ നോക്കി. ഇവിടെ സത്യം പറഞ്ഞാൽ കുട്ടൂസിന് ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ വീട് നിറയും. ഓൾറെഡി നിറഞ്ഞു കഴിഞ്ഞു. അതെ, ഇതിന് സ്ഥലം ഇല്ല. ഫസ്റ്റ് വൺ ഒരു കുട്ടി ജീപ്പ്, കുട്ടി വലിയ ജീപ്പ്. ഓൾറെഡി ഒരു JCB കിടപ്പുണ്ട്. ഇപ്പൊ തന്നെ ഒരു ബർത്ത്ഡേ ഒരു ജീപ്പ് വന്നു. സൈക്കിൾ തന്നെ ഇപ്പൊ 3 വയസ്സായി. സൈക്കിള്, സ്കൂട്ടർ, കാർ ഇതെല്ലാം ഇരുന്ന് ഓട്ടിക്കാൻ പറ്റുന്നത്. അതാണ് അതിലും കോമഡി. അപ്പൊ ഫസ്റ്റ് വൺ. ഈ ഗിഫ്റ്റൊക്കെ ആരൊക്കെയാണ് തന്നത് എന്നുള്ളത് നമുക്ക് ഐഡിയ ഇല്ല. കാരണം നമ്മൾ എല്ലാ സമയത്തും മേടിച്ച് വെക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ആര് തന്നത് എടുത്തത് എന്നൊന്നും നമുക്ക് വലിയ ധാരണയില്ല. എന്നാലും നമ്മൾ പൊട്ടിക്കും, നോക്കും, കാണും. അടുത്തൊരു കുട്ടി ജീപ്പ്. 2 ട്രെയിനുണ്ട്. ഇതുപോലത്തെ വേറെ ട്രെയിനുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഒളിച്ച് നോക്കി വേറെ എന്താണെന്ന് അറിയാം. ഇതുപോലത്തെ വേറെ ട്രെയിനുണ്ട്. അതിനകത്ത് വെച്ച് കിടന്നല്ലേ ഇങ്ങനെ ഡ്രസ്സ് ഇരിക്കട്ടെ. ഓൾറെഡി എടുത്തായിരുന്നു കേട്ടോ. ഇതൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബോബോ, പിന്നെ ഒരു വേറെ റോബോട്ടിൻ്റെ ഒരു സംഭവം. ഇത് നമ്മൾ ശരിക്കും വേറെ എവിടെ കണ്ടല്ലോ. ഇത് 2 ബാറ്ററി ഇട്ട് കീ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടിപ്പോവും. ഇതൊക്കെ നമ്മൾ പൊട്ടിച്ച് ഉപയോഗിച്ചൊക്കെ നോക്കി. ഒന്നേതോ വികലാംഗനാണ്, കാല കഴിച്ചൊടിച്ച്. ഓക്കെ ആയോ? അങ്ങനെ കറക്റ്റ് ഇല്ലാക്കുന്നല്ലേ. കുട്ടി ബോബോ. അയ്യോ, നല്ല രസമുണ്ട്. ഇതിന് കൂട്ടിയത് സെയിം കളർ. അയ്യോ, ഇതിൻ്റെ ഇടയ്ക്ക് അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ. അൺബോക്സ് ചെയ്യുന്നേരത്ത് നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇല്ല. കാരണം ആദ്യക്കുട്ടിക്ക് ചെറിയൊരു ജലദോഷവും ചുമയൊക്കെ ആയി. അപ്പം അവൻ ഭയങ്കര കരച്ചിൽ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ താഴെ അമ്മയുടെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇപ്പം അതും നല്ല വലുതായിട്ടിടാം അല്ലേ. ഇത് ഹെലികോപ്റ്റർ. രണ്ടുപേരും സെയിം ഹെലികോപ്റ്റർ എടുത്തേക്കണേ. 2 ഹെലികോപ്റ്റർ. അങ്ങോട്ട് എങ്ങനെ നല്ല രസമുണ്ട്. ഇതൊക്കെ ഞാൻ മാറ്റി വെച്ചേക്കും. വലിയ കാറ്, വെറൈറ്റി കളറിലല്ലേ തൊപ്പിയൊക്കെ വെച്ചേ. കൊള്ളാം. പഞ്ചാബി ടെഡി ബിയർ ആണ് തോന്നുന്നു. പഞ്ചാബി കോട്ടും സൂട്ടും തൊപ്പിയൊക്കെ കൊണ്ട് പഞ്ചാബി ടെഡി ബിയർ ആണ്. പഞ്ചാബി ഇങ്ങനെയാ തൊപ്പി വെക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഇവിടെ ഇരുന്നോ, നമ്മൾ നടുക്കിരുത്തിയേക്കാം. ഓ ഗൺ പിങ്ക് കളർ പെൻസിൽ. അത് നമുക്ക് ഇപ്പോഴേ ഗസ് ചെയ്യാൻ പറ്റും നമ്മുടെ ആദ്യക്കുട്ടിയുടെ ഫോട്ടോ ഫ്രെയിമാണ് എന്നാണ് വിശ്വാസം അല്ലേ.
ആണ് അല്ലേ? അടിപൊളി. അയ്യോ ആദ്യമേടെ ചിരി. നമ്മളെ കസിൻ ചേട്ടൻ ഫോട്ടോഗ്രാഫറാ. നമ്മളെ വീട്ടിൽ പോയപ്പോഴേ ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞു വാ നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ അന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഗസ് ചെയ്തായിരുന്നു. ഈ ഒരു ഫ്രെയിം വന്നപ്പോഴേ നമുക്ക് തോന്നി ആ ഈ ഫോൺ എനിക്ക് കത്തിയില്ല അല്ലേ, ചില ഡൗട്ട് അടിച്ചില്ലേ അതായിരിക്കും എന്നുള്ളത്. ഇനി ഹ്യൂജ് ഡ്രസ് അൺബോക്സിംഗ് ആണ്, കാരണം ബാക്കിൽ ഒരു ലോഡ് ഡ്രസ്സിന്റെ കവർ ഇരിക്കുവാണ്. അയ്യോ ഇതൊക്കെ ഇട്ടുപോലെ അടിപൊളിയായിരിക്കും. അതിന്റെ വേറെ കളർ, ഇതിന്റെ ഒരു റെഡ് കളർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് മാത്രല്ല അപ്പൊ ഇത് 3 എണ്ണമായി. ഇത് മേരി ഇതാ കൊണ്ടുവന്ന് ആണോ? അപ്പൊ ഇത് 3 സെറ്റ് ആയി. ഇത് ഓൾറെഡി അടിപൊളി. ഈ സാധനമൊക്കെ നമ്മള് എടുത്ത് പൊട്ടിച്ച് കളിച്ചായിരുന്നു. നോക്ക് എനിക്കുള്ളല്ലേ. അപ്പൊ അതിന് തന്നെ വേറെ ഷെയ്ഡ്. അവന് അടിപൊളി അറിയും കേട്ടോ. കുട്ടൂസിന്റെ സെയിം കാണിക്കുന്നില്ല. എന്താ കുറെ ഡ്രസ് ഉണ്ട്, നമ്മൾ അതിന് സമയം കാണത്തുള്ളൂ. കുറെ ഡ്രസ് ഇരിക്കുന്നു. നമ്മളിപ്പോ കാണിച്ച സാധനം സെയിം ഷെയ്ഡ് നമ്മുടെ ഇവിടെ ഓൾറെഡി ഇരിക്കുകയാണ്. കുട്ടൂസിന്റെ റെഡ്. ഇതിന്റെ പേര് സിംഫണി എന്ന് തോന്നുന്നു. അങ്ങനെ എന്താണ് നമ്മുടെ ലാസ്റ്റ് കവർ. ട്രെയിൻ അല്ലേ? യെസ്, ട്രെയിൻ. നമ്മൾ ആദ്യം കാണിച്ച ട്രെയിൻ. ഇത് മാത്രമല്ല കേട്ടോ, താഴെ ഇനി ടോയ്സ് ഉണ്ട്. ചേച്ചി വാങ്ങിച്ചത് സൈക്കിൾ. ഇത് മാത്രമല്ല, ഗോൾഡ് ഉണ്ടായിരുന്നു. ഗോൾഡ് അല്ലേ, അങ്ങനെ കാശായിട്ട് അങ്ങനെ കുറേ ഗിഫ്റ്റ് നമുക്ക് കിട്ടി. അപ്പം കാണിക്കാൻ പറ്റിയ ടോയ്സ് ഇത്രയാണ്. സോ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വലിയ സംഭവമൊന്നുമില്ല. എന്നാലും നിങ്ങളുടെ കൂടെ കാണിച്ചതേ ഉള്ളൂ. നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ശരിക്കും നമുക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പൊട്ടിച്ചങ്ങോട്ട് കൊണ്ടോളാൻ വയ്യോന്നുണ്ട്. നമ്മൾ 2 കുരുപ്പിനെ ഓട്ടിച്ചിടുമായിരുന്നു. 2 പിള്ളേരല്ലേ, അവരൊന്നിങ്ങനെ പൊട്ടിച്ചൊക്കെ നോക്കുമ്പോൾ നമ്മൾ 2നെ ഓട്ടിക്കും. ഇവക്കുട്ടിയാണെങ്കിലും കുട്ടൂസിനാണെങ്കിലും നമ്മൾ ഓട്ടിച്ചിടുമായിരുന്നു, കാരണം നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ യെസ്, അത്രയേ ഉള്ളൂ. ഇനി ഇത് എഡിറ്റ് ചെയ്യാൻ പറയും. ഇപ്പൊ തന്നെ എത്ര മിനിറ്റ്സ് ആയി? 21 മിനിറ്റ്സ്. അപ്പം അതെ, പാർട്ടി നടക്കണതിന്റെ ഇടയ്ക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ എടുത്തോണ്ടൊക്കെ ഓടി. രണ്ടും കൂടെ ഓടി. എന്നിട്ട് അവൻ ഓപ്പൺ ചെയ്ത് അകത്ത് ഡ്രസ്സായി. അപ്പൊ അവിടെ ഗിഫ്റ്റ് കിട്ടിയപ്പോഴേ 2 കൂടെ അടിയും എടുത്തിട്ട് ഓട്ടോ ഒക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോഴും സെയിം ആയിരുന്നു. അവർക്ക് ഇങ്ങനെ ഒരു ത്വരമായിരുന്നു എന്താണ് സാധനം എന്ന് അറിയാനായിട്ട്. ഇനിയിപ്പോൾ കുട്ടൂസിനാണെങ്കിലും ഇപ്പോൾ ചാടി വരും എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ യെസ് ഗൈസ്, അതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് കാണാത്ത ആൾക്കാർ വേഗം പോയി നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് കണ്ടോളൂ. സോ നമ്മൾ ആദ്യക്കുട്ടിയെ കാണിച്ചില്ല വീഡിയോയില്. അവനെ കാണിക്കാൻ നമ്മള് പക്ഷേ ആദ്യക്കുട്ടിക്ക് വയ്യ. അപ്പം ആദ്യക്കുട്ടിയുടെ കുട്ടി ഷോർട്സ് ഞാൻ ഈ വീഡിയോ എടുത്താൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം